റഷ്യയിലത് എനിക്കറിയില്ല, ചൈനയിലാണോ എനിക്കറിയില്ല. ഇത് ഇന്ത്യ രാജ്യത്ത് തന്നെയാണ്. നിങ്ങൾ കണ്ടോ നമ്മളുടെ ബഹുമാനിയനായ EP ജയരാജൻ ഞെളിഞ്ഞിന്റെ രണ്ട് പത്രസമ്മേളനം നടത്തുന്നത് എന്താണ്? എറണാകുളം ജില്ലാ CPM-ന്റെ സെക്രട്ടറി ചാർജാണ് അദ്ദേഹത്തിന്. എറണാകുളം ജില്ലക്കാർ ചോദിച്ചോ നിങ്ങൾ ആ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് വന്നു ചോദിച്ചോ? ചോദിക്കൂല, കാരണം അവർക്ക് വിവരമുണ്ട്. EK നായനാർ കണ്ണൂരിൽ പോയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിരുവനന്തപുരത്ത് ചോദിച്ചു എന്താണോ കണ്ണൂർക്കാരെ പെട്ടെന്ന് തിരിച്ചടിക്കുന്നത്? ചോദിച്ചില്ല. എന്താ കാര്യം? അവർക്ക് വിവരമുണ്ട്. ജയരാജനോ അങ്ങനെ ഒരു സാധനം ഇല്ല. അതന്നെയാണ്. അല്ലെങ്കിൽ ചോദിക്കോ? ഇനി അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണ് ജയരാജന് മനസ്സിലായത്? വയനാട് ജില്ലയിൽ നിന്ന് ഇറങ്ങി വരികയും നോമിനേഷൻ കൊടുക്കുകയും നിങ്ങളുടെ കോട്ടയായ അഴീക്കോട് മണ്ഡലത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇയാൾ എപ്പോഴാണ് വന്നത്? ഒരു കാര്യം സഖാവ് ജയരാജൻ മനസ്സിലാക്കിക്കോ, 27,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ UDF-ന്റെ ഈ കാലാവധി ഇപ്പൊ കുറെ ജമാഅത്തുകാരനും NDF-കാരനെല്ലാം കൂടിയിട്ടാണല്ലോ. എന്താണ് ഷാജി എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റിദ്ധരിപ്പിച്ചു, ഷാജി അതാക്കി, ഷാജി ഭൂമി എടുത്തു. എന്റെ ചങ്ങായിമാരെ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ, ഇവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഇവിടുത്തെ NDF-കാരൊക്കെ ഒരു കാര്യം മനസ്സിലായിക്കോ, ഷാജിക്ക് മണ്ണും ഭൂമിയുണ്ട്. നല്ല അത്യാവശ്യം കായിക നിലപാട് തന്നെയാ പറഞ്ഞത്. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തിന്നേണ്ട ഗതികേട് ഷാജിക്ക് ഉണ്ടായിട്ടില്ല. ജീവിക്കുന്നതിനില്ല പ്രവർത്തിക്കുന്നത്. ആ പണ്ടും ബിസിനസ് നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുന്നുണ്ട്. ഇതിന്റെ ഉപജീവന മാർഗമല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന എഴുതിയ മാധ്യമ പത്രം ഉണ്ടല്ലോ, അതിന്റെ എഡിറ്റർ ഗൾഫിൽ നിന്ന് ഖത്തറിന് മാസാമാസം പൈസ അയച്ചു കൊടുക്കാണ് ദഴവത്തിന്. എന്താ ചങ്ങായി ചെയ്യുന്നത്? ദഴവത്ത് വിദേശ രാജ്യത്തെ പണം വാങ്ങിയിട്ട് മതപ്രബോധത്തിന്റെ പേരിൽ മക്കൾക്ക് കഞ്ഞു കൊടുക്കേണ്ട ഗതികളൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനുണ്ടായിട്ടില്ല. വഖഫ് ഭൂമി കിടന്നുറങ്ങാൻ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുകയാണ്. അതേപോലെ കോഴിക്കോട് ഇപ്പോഴും കേസ് നടക്കാൻ അബ്ദുറഹ്മാന്റെ വീട് എന്നിട്ട് പറയാണ് NDF-കാർ KM ഷാജി രാജിവെക്കണം. ഞാൻ രാജിവെക്കാൻ ഞാൻ നന്നോട് വെച്ചിട്ടുണ്ടോ? എന്റെ സമ്മതം വാങ്ങിയിട്ടാണോ? നീ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ രാജിവെക്കണമെന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ പറയട്ടെ, CMP-ക്കാർ പറയട്ടെ, UDF-ലെ മറ്റ് കക്ഷികൾ പറയട്ടെ. നീ എന്താണ് പറയുന്നത്? നീ എങ്ങാനും വോട്ട് ചെയ്താൽ നിന്റെ ചെവിക്കുട്ടിക്ക് പൊട്ടിക്കുന്ന ആദ്യം പറഞ്ഞാൽ പിന്നെ പറയാം ഷാജി രാജിവെക്കണം. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, 27,000 ഉള്ള നിന്റെ മണ്ഡലത്തിൽ ജയിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാലാവധി പൂർത്തീകരിക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും പ്രതിനിധികൾക്ക് അറിയില്ല. കൂടെ കിടക്കുന്ന രാജ്യം ഏതായാലും ഒരു കാര്യം ഉറപ്പായി. അതാണ് നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞു. എന്താണ് 3 കോടി ഉറുപ്പിയാണ് ശെൽവരാജിന് കൊടുത്തത്. അപ്പൊ റൈറ്റ് ഒക്കെ ഏകദേശം മനസ്സിലായി. 3 കോടിയാണ് മൂപ്പത്. അപ്പൊ അച്യുതാനന്ദൻ റൈറ്റ് എന്ന് പറയും, ഞങ്ങൾ തരാം. അങ്ങനെ നോക്കിയാൽ ഈ റൈറ്റ് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ നമ്മുടെ MP രാജേഷിന് TB രാജേഷിന് ഒരു 25 ലക്ഷം രൂപ കൊണ്ട് മറികട ചങ്ങായി. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഇനി നിയമസഭയിൽ ഇതാ പരിപാടി, നമ്മളെല്ലാം ഇതായ പരിപാടി. അത് പ്രതിപക്ഷത്തിന്റെ അടുത്ത് പോയി കുത്തിരിക്കുക, എന്താ റൈറ്റ് നോക്കിയാ? റൈറ്റ് നിങ്ങളല്ലേ പറഞ്ഞത്, നമ്മക്കറിയില്ലടോ. റൈറ്റുള്ള വിവരം നിങ്ങളല്ലേ പറഞ്ഞത്, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളാ ഏർപ്പാട് നടത്തിയിട്ടില്ല. ഒരു കാര്യം CPM-ന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ ജാതി തല്ലിപ്പൊളികളെയും കൊണ്ടുകൾ നടന്നാൽ ആ പാർട്ടി ഉണ്ടാവില്ല. ഇവിടെ ഡിബേറ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവട്ടെ. ഇത് കോൺഗ്രസിന്റെ മാത്രം ഇന്ത്യ, ലീഗ് മാത്രമല്ല കേരളം, അങ്ങനെ കുറച്ച് പാർട്ടിക്കാർ മാത്രമല്ല, അങ്ങനെയൊന്നുമില്ല. ജനാധിപത്യം സക്രിയമാകണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമാകണം. അവർ തമ്മിലുള്ള ഡിബേറ്റുകൾ നടക്കണം. അത് ആരോഗ്യകരമായിരിക്കണം. അതിനപ്പുറത്ത് കത്തിയും കോടാലും ഉണ്ടാക്കിയിട്ട് ഈ കലാപങ്ങൾ ഉണ്ടാക്കിയാൽ നാട്ടു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സഖാവ് ജയരാജനും, കണ്ണൂർ കലക്ടറിൽ ഇതാ ഇവിടെ ഇരിക്കുന്ന UDF നേതാക്കന്മാരടക്കം കണ്ണൂർ കലക്ടറേറ്റിൽ ശീതീകരിച്ച മുറിയിൽ ഞങ്ങളൊക്കെ ഇരിക്കും. സമാധാനം പറ്റും. എന്നിട്ട് തർക്കിക്കാൻ, എന്നിട്ട് പറയാ നമ്മളേതായാലും സമാധാനം ഉണ്ടാക്കണം. എങ്ങനെയാണോ സമാധാനം ഉണ്ടാവുന്നത്? എങ്ങനെയാ സമാധാനം ഉണ്ടാവുന്നത്? ജയരാജൻ നിർത്താൻ പറയുമ്പോൾ ആളുകൾ നിർത്തുന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറയുമ്പോഴല്ലേ തുടങ്ങുന്നത്? അല്ലേ? തുടങ്ങാൻ പറയുമ്പോഴല്ലേ തുടങ്ങുന്നത്? ഒരു കാര്യം സഖാവ് ജയരാജൻ മനസ്സിലാക്കണം, നിങ്ങളായാലും ഞാനായാലും ആരായാലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ഏതെങ്കിലും കുഗ്രാമത്തിലെ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. കണ്ണൂരിൽ ചെറുപ്പക്കാരുടെ കണ്ണൂരിൽ മരിച്ചുപോയ രാഷ്ട്രീയ രക്തസാക്ഷികളുടെ ചരിത്രം പരിശോധിക്കണം. 5 സെന്റ് ഭൂമിയുടെ പിൻബലം പോലും ഇല്ലാത്ത പാവങ്ങളാണ്. 5 സെന്റ് ഭൂമി പുറത്തു പോയിട്ട് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ആളുകൾ, ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു, കണ്ണൂർ എന്നല്ല കണ്ണുനീർ എന്നാണ്. കണ്ണുനീർ, എത്ര അമ്മമാരുടെ കണ്ണുനീർ, എത്ര ഭാര്യമാരുടെ കണ്ണുനീർ, എത്ര മക്കളുടെ കണ്ണുനീർ. എന്റെ CPM-കാരാ നിങ്ങൾ പറയുന്നത് ഇവിടെ ഈ കലാപേണ്ട. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കണു ഇവിടെ മാത്രം ലീഗുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാത്രമല്ല ലീഗുള്ളത്. ലീഗ് മലപ്പുറത്തുണ്ട്. കണ്ണൂർ ജില്ലയിൽ മൊത്തമുള്ള സീറ്റ് 11ആണ്. അത് 5 സീറ്റിൽ UDF ജയിച്ചത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ മൊത്തമുള്ള സീറ്റ് 16ആണ്. അതിൽ 2 സീറ്റിലാണോ CPM-കാരെ നിങ്ങൾ ജയിച്ചത്? 2 സീറ്റിൽ. ആ മലപ്പുറം ജില്ലയിലെ UDF വിചാരിച്ചാൽ, ലീഗ് വിചാരിച്ചാൽ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വിചാരിച്ചാൽ, മറ്റു CPM കണ്ണൂരിൽ നടത്തുന്ന പോലെ അവിടങ്ങളിൽ കലാപം ഉണ്ടാവൂലേ? അവിടങ്ങളിൽ കുഴപ്പമുണ്ടാവൂലേ? അവിടങ്ങളിൽ പ്രശ്നം ഉണ്ടാവൂലേ? എന്താണോ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിക്കാത്തത്? കോൺഗ്രസിന്റെ സ്വാധീന മേഖലയിൽ ഏതെങ്കിലും ഒരു CPM-കാരനെ ഓടിച്ചിട്ട് തല്ലിയവൻ
അവന്റെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ ഇവന്റെ സമ്മതം വാങ്ങണമെന്ന് പറഞ്ഞോ? ഗുണ്ടകളെ വളച്ചിട്ട് അവന്റെ വീട് ആക്രമിച്ചോ? അവന് നിർബന്ധിത പിരിവ് നടത്തിയോ? മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായ കേന്ദ്രങ്ങളുണ്ട്. ലീഗ് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ അതിനപ്പുറമൊന്നും സംഭവിക്കാത്ത സ്ഥലങ്ങൾ, ഒരൊറ്റ പ്രതിപക്ഷമില്ലാത്ത എത്രയോ പഞ്ചായത്തുകൾ. ഞാൻ ചോദിക്കട്ടെ, അവിടങ്ങളിൽ ഏതെങ്കിലും ഒരു CPM-കാരനോട് മോശമായ ഒരു ലീഗുകാരൻ പെരുമാറി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവനോട് വൃത്തികെട്ട പെരുമാറ്റം ഉണ്ടായി എന്ന് പറയോ? കലാപമുണ്ടായി ഞാൻ ചോദിക്കുന്നില്ല, ഇല്ലാത്തത് കൊണ്ട്. കൊലപാതകം ഉണ്ടായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ എന്താണോ CPM-കാരാ നിനക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് മാത്രം ഇങ്ങനെ? അത് മറ്റു സ്ഥലത്തിലുള്ളല്ലോ. കേരളത്തിന് പുറത്ത്, ഈ കണ്ണൂരിന് പുറത്തും CPM-ന് ഭൂരിപക്ഷമുള്ള പ്രദേശമല്ലേ? അവിടങ്ങളിലൊന്നുമില്ല. പിന്നെ കണ്ണൂരിലെ CPM-നെതിരെ കൊമ്പുണ്ടോ? നിങ്ങൾക്ക് കൊമ്പുണ്ടോ? ഒരു കാര്യം CPM മനസ്സിലാക്കണം, ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നടത്തുന്നത് ജനകീയമായ പോരാട്ടം മാത്രമാണ്. അതിക്രമവും അക്രമത്തിന്റെയും മാർഗവും രൂപവും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ തന്നെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കലാപങ്ങൾ കറുതി വരുത്താൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അക്രമത്തിന്റെയും തോന്നിവാസങ്ങളുടെയും ഈ നിലവാരം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. 11 കൊല്ലത്തിലെ കേരളത്തിലെ BJP-യുടെ വളർച്ചയുടെ ഗ്രാഫ് ഇന്ത്യ ചൂടെ പുറത്തുവിട്ടു. 11 കൊല്ലം. അറിയാങ്ങള്, കൊല്ലം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ BJP വളർന്നത് കണ്ണൂരിലാണ്. എങ്ങനെയാ കണ്ണൂരിൽ വളർന്നത്?